എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ്? ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന സഹായങ്ങൾ, പലതരത്തിലുള്ള അനുഭവങ്ങൾ, നല്ല കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ നന്ദിയോടെ സ്വീകരിക്കുന്ന ഒരു മനോഭാവത്തിന് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയാം. അത് ചെറുതായാലും വലുതായാലും ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളെപ്പോഴും പറഞ്ഞിരിക്കണം. അതായത് ഒരു മനുഷ്യൻ്റെ മനസ്സിനെ മാനസികമായും ആത്മീയമായിട്ടും ഗ്രാറ്റിറ്റ്യൂഡ് പറയൽ കൊണ്ട് സമ്പന്നമാക്കുന്നു. ജീവിതത്തിലെ കുറവുകളിലേക്ക് നമ്മളെ നോക്കുന്നതിന് പകരം ജീവിതത്തിനെ വലിയ അനുഗ്രഹമായി കാണാനും ജീവിതത്തിനെ ഉയർന്ന തലങ്ങളിലേക്ക് എത്തിക്കാനും ഗ്രാറ്റിറ്റ്യൂഡ് പറയുക മുഖേന നമുക്ക് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായിരുന്ന അസൂയ കുറയുക, നമ്മളിലുള്ള വിനയം വർദ്ധിക്കുക, സഹാനുഭൂതി വർദ്ധിക്കുക, അതുപോലെ തന്നെ നമ്മളുടെ ബന്ധങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ ബന്ധങ്ങളെല്ലാം ശക്തമാകുക, മനസ്സിന് സന്തോഷം കിട്ടുക, ഇത്തരം കാര്യങ്ങളെല്ലാം ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ പറയുന്നത് വഴി, ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുന്നത് വഴിയൊക്കെ നമുക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളാണ്. മാനസിക സമാധാനം, സന്തോഷം ഒക്കെ നമുക്ക് വർദ്ധിക്കും. ആരോഗ്യം മെച്ചപ്പെടും. നമ്മുടെ എക്സ്പെഷ്യലി ഇന്നത്തെ കാലഘട്ടത്തിൽ ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങളെല്ലാം ഇല്ലാതെയാകും. സ്വയം വളർച്ച, മറ്റുള്ളവരെ ആശ്രയിക്കുന്നതിന് പകരം നമ്മുടെ കുറവുകൾ എന്താണെന്ന് നമ്മൾ കണ്ടെത്തി അത് പരിഹരിച്ച് സ്വയം വളരാൻ നമ്മളെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ പറയുക വഴി നമുക്ക് സാധിക്കും. സന്തോഷകരമായ കുടുംബജീവിതം ഗ്രാറ്റിറ്റ്യൂഡ് വഴി നമുക്ക് സാധിക്കും. ഇനി ഗ്രാറ്റിറ്റ്യൂഡ് പറയുക യൂണിവേഴ്സിനോട് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ളൊരു സമയം, ഇന്ന സമയമൊന്നുമില്ല, നമുക്കൊരു ഇഷ്ടമുള്ള സമയം, നമുക്ക് സൗകര്യപ്രദമായൊരു സമയം ഒക്കെ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ യൂസ് ചെയ്യാം. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് എങ്ങനെയാണ്? അല്ലയോ നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന ഈശ്വരന്മാരാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ യൂണിവേഴ്സിനോടാണെങ്കിൽ എനിക്ക് ഇത്ര മനോഹരമായ ഒരു കുടുംബജീവിതം തന്നതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാനിന്ന് ഒരുപാട് സന്തോഷവതിയാണ്. എനിക്ക് ആരോഗ്യമുള്ള മക്കൾ, വിദ്യാസമ്പന്നരായ 2 മക്കൾ, സ്നേഹത്തോടെയുള്ള ഒരു പാർട്ട്ണർ, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്ന ഒരു പാർട്ട്ണർ എല്ലാം ലഭിച്ചു. ഞാനിന്ന് ഒരുപാട് സന്തോഷവതിയാണ്. ഇത്തരത്തിലുള്ള പോസിറ്റീവ് അഫർമേഷൻസാണ് നമ്മൾ യൂണിവേഴ്സിലേക്ക് കൊടുക്കേണ്ടത്. ഇങ്ങനെയാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ജേണലായിട്ടും എഴുതാവുന്നതാണ്. ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുമ്പോൾ നമ്മൾ വളരെ ഒരു ശാന്തമായ സമയം തന്നെ കണ്ടെത്തണം. കണ്ണുകൾ അടച്ച് നമ്മുടെ ആഗ്രഹം നിറവേറ്റപ്പെട്ടതായിട്ട് നമ്മൾ മനസ്സിൽ കാണണം. ഇത് ലഭിച്ചതിന് നന്ദി എന്ന് ഹൃദയപൂർവ്വം നമ്മൾ പറയണം. സംശയം ഒട്ടും തന്നെ പാടില്ല. ഇപ്പോൾ എക്സാമ്പിൾ, നല്ല ആരോഗ്യം ലഭിച്ചതിന് നന്ദി, നല്ല ജോലി ലഭിച്ചതിന് നന്ദി. നമ്മൾ എഴുതുന്ന സെൻറ്റൻസിന് കൃത്യത വേണം. നമ്മുടെ മനസ്സിൽ ആ ഫീലിങ്സും കിട്ടണം. അപ്പോഴാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുന്നത് കൊണ്ട് ഉള്ള ഒരു ബെനിഫിറ്റ് നമുക്ക് ലഭിക്കുക. സത്യം പറയുകയാണെങ്കിൽ ഈ ബ്രഹ്മാണ്ടത്തിലെ എല്ലാം തന്നെ ഒരു ഊർജ്ജമാണ്. ചിന്തകളായിക്കോട്ടെ, വികാരങ്ങളായിക്കോട്ടെ, പ്രവൃത്തികളായിക്കോട്ടെ, എല്ലാം ഊർജ്ജത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മളുടെ ആഗ്രഹം എന്താണെന്ന് നമ്മൾ തന്നെ വ്യക്തമായിട്ട് ആദ്യം തീരുമാനിച്ചിരിക്കണം. എന്നിട്ട് വേണം നമ്മളതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ, അതായത് നന്ദി പറയാൻ. വികാരം വളരെ ഇമ്പോർട്ടൻസ് ആണ്. കാരണം വാക്കുകളേക്കാൾ ശക്തമാണ് ഫീലിങ്സ് എന്ന് പറയുന്നത്. ശരിക്കും എനിക്ക് തോന്നുന്നു ഈ ബ്രഹ്മാണ്ടത്തിൽ വൈബ്രേഷനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതായത് വികാരം, ഫീലിങ്സ് എന്ന് പറയുന്നത് ഒരു വലിയൊരു എനർജിയാണ്. അപ്പോൾ നമ്മൾ എഴുതുന്ന ഗ്രാറ്റിറ്റ്യൂഡിൽ നമ്മൾ എന്ത് കൊടുക്കണം? ഫീലിങ്സ് കൊടുക്കണം. സംശയം തീരെ പാടില്ല. സംശയം വരുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ഊർജ്ജം കുറയുന്നു, നമ്മളുടെ എനർജി കുറയുന്നു, അപ്പോൾ നെഗറ്റീവ് ആവുന്നു. അപ്പോൾ വിശ്വാസത്തോടെ വേണം പറയാൻ. അപ്പോൾ യൂണിവേഴ്സ് നമ്മൾക്കൊരു അവസരം എന്താണെങ്കിലും തരും. അതിലേക്ക് വേണ്ട വഴികളെയും ആളുകളെയും എല്ലാം നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് തരും. നമ്മൾ എന്താണോ നമ്മുടെ വിഷ്, നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നമുക്ക് സക്സസ് ആക്കി എടുക്കാനും സാധിക്കും. ഇങ്ങനെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുന്നത് വഴിയും പറയുന്നത് വഴിയും ഓരോരുത്തരുടെ ജീവിതത്തിലും പറഞ്ഞറിയിക്കാനാവാത്ത മാറ്റങ്ങൾ ഉണ്ടാവുമെന്നുള്ളത് വളരെ സത്യസന്ധമായ ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തിയും തന്നെയാണ് നമുക്ക് അനുഭവങ്ങളിൽ വരിക എന്നുള്ളത്. നമ്മുടെ അനുഭവങ്ങളായിട്ട് തീരുന്നത് നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തിയും തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും
ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതാനും ഗ്രാറ്റിറ്റ്യൂഡ് പറയാനും കൂടുതൽ സമയം കണ്ടെത്തുക ജീവിതത്തിൽ. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു ഡിവൈൻ.